നമസ്കാരം. ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 3/4 കിലോ തക്കാളിപ്പഴം, ഒരു വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ കഷ്ണം, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും ബീറ്റ്റൂട്ടും വെളുത്തുള്ളിയുടെ ആ ഒരു അല്ലിയും കൂടി ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 4 വിസിലടിച്ച് എടുക്കുക. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ച് നല്ലതായിട്ട് എടുക്കുക. അതിനെ ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കുക. തക്കാളിക്ക് ഹൈബ്രിഡ് തന്നെ എടുക്കണം, പുളിയുള്ള നാടൻ തക്കാളി പാടില്ല. അതിനെ ഇങ്ങനെ നന്നായിട്ട് അരിച്ച് എടുക്കുക. ഈ പൾപ്പിനെ ഒരു പാനിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കുക. ഇതിൽ യാതൊന്നും ചേർക്കണ്ട, ഇങ്ങനെയൊന്ന് ഇളക്കി കുറച്ചൊന്ന് പറ്റിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടുക, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 100 ഗ്രാം പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നല്ല വിനാഗിരി. ഞാൻ ആപ്പിൾ സൈഡർ വിനാഗിരിയാണ് ഒഴിച്ചത്. ഇനി ഇതിനെ നന്നായി കൂട്ടി യോജിപ്പിച്ച് കുറച്ചും കൂടി പറ്റിക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നു. ഇനി ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി നല്ലതായിട്ട് പറ്റിക്കുക. സോസിൻ്റെ അളവ് വരെ അതിനെ പറ്റിക്കുക. ഇതുപോലെ നന്നായിട്ട് പറ്റിച്ച് എടുക്കുക. സോസിൻ്റെ അയവിലെടുത്ത് ഓഫ് ചെയ്ത് ഇനി എടുത്ത് വെക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് വിനാഗിരി ചേർത്തുകൊണ്ട് 1 മാസത്തേക്ക് ഇത് കേട് കൂടാതെ ഇരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി. ഇനി 1 വർഷത്തേക്കൊക്കെ വെച്ചേക്കാനാണെങ്കിൽ ഇതിനകത്ത് സോഡിയം ബെൻസോയേറ്റ് 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് 1 വർഷം വരെയൊക്കെ ഇരിക്കും. ബെൻസോയേറ്റ് 1 സ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ചേർക്കേണ്ടത്. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് മുളക് പൊടി, ഗരം മസാല, പഞ്ചസാര, ഉപ്പ് എല്ലാം ചേർക്കുക. എല്ലാവരും എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാവരും ചെയ്യും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ആറുമ്പോൾ ഭരണിയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.